നമസ്കാരം. വളരെ ഈസി ആയിട്ടൊരു ലെമൺ റൈസ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കശുവണ്ടി, കപ്പലണ്ടി, പൊട്ടുകടല ഇവയെല്ലാം എടുത്തു വയ്ക്കണം. കൂട്ടിലൊരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പില, പിന്നെ ഓഫ് കോഴ്സ് ലെമൺ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. സോ ആദ്യം ഒന്നുമില്ലെങ്കിൽ പച്ചരി അല്ലെങ്കിൽ ബസ്മതി അരി സോക്ക് ചെയ്യാൻ വയ്ക്കുക ഒരു 20 to 30 മിനിറ്റ്സ്. അത് നല്ലപോലെ സോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു പാനിൽ ഇത്തിരി വെള്ളം, അതായത് ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കിൽ ഉപ്പിട്ട് അതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരി വെച്ച് വേവിക്കുക. എന്നിട്ടതൊരു 70-80% വെന്ത് കഴിയുമ്പോൾ എടുത്ത് ആറാനായിട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും. അത് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പറ്റുമെങ്കിൽ ഇത്തിരി തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് അതിൻ്റെ വേവ് അധികം ആവാതെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ വേണ്ടത് അടുത്തത് നമ്മളൊരു കടായി വയ്ക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, നമ്മൾ പൊതുവെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല ലെമൺ റൈസിന്. വെജിറ്റബിൾ ഓയിലിലേക്ക് കടുക് പൊട്ടിക്കുക, കുറച്ച് കടുക്, പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന നട്ട്സിൻ്റെ ഒരു മിക്സ്ചറും പച്ചമുളകും അതും ഇട്ട് നല്ലപോലെ വഴറ്റുക. അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ലേശം കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. കഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസ്, പിഴിഞ്ഞ നാരങ്ങ, ഇച്ചിരി കൂടെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചോറും ഇത്തിരി മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ലെമൺ റൈസ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നെക്സ്റ്റ് ഡേ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓഫീസിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ തലേ ദിവസം അരി വേവിച്ചും വെക്കാം. ഇത്രേ ഉള്ളൂ കാര്യം.